ഇന്നിപ്പോൾ ഇതാ ഞാൻ അസർ ബാങ്ക് കൊടുത്തൊരു 5 മണിയൊക്കെ ആകുമ്പോൾ വേഗം ഞാൻ അടുക്കളയിൽ കയറി കേട്ടോ. കാരണം ഇന്നിപ്പോൾ എന്താണ് പത്തിരിയൊക്കെ ഉണ്ടാക്കണം. അപ്പോൾ പിന്നെ കുറച്ച് സമയം പിടിക്കും. അപ്പോൾ പിന്നെ വേഗം കയറി. പിന്നെ എനിക്ക് റിഫൂട്ടിനെ അംഗൻവാടിയിൽ നിന്ന് കൊണ്ടുവന്നു. അവൾക്ക് പാലൊക്കെ കാച്ചി കൊടുത്തു, ബ്രെഡൊക്കെ പൊരിച്ചു കൊടുത്തു, അവൾ കഴിച്ചു. പിന്നെ ഉമ്മാൻ്റെ അടുത്താകുമ്പോൾ പിന്നെ പേടിക്കേണ്ട ആവശ്യമില്ല. ഇമ്മ നന്നായി നോക്കും അവളെ. എനിക്ക് അവൾ ഉമ്മാൻ്റെ അടുത്താണെങ്കിൽ അവൾ ശ്രദ്ധിക്കണം എന്നുള്ള മൈൻഡ് ടെൻഷനാണ് കാര്യമില്ല. കാരണം അവൾ ഉമ്മയായിട്ട് സെറ്റായിട്ട് ഉമ്മ നോക്കും, അവളവിടെ കളിക്കും ഒക്കെ ആകുമ്പോൾ എനിക്ക് എല്ലാം ചെയ്യാം. നോമ്പുറക്കാൻ ഞാൻ 4 മണിക്കൊക്കെ ഞാൻ അടുക്കളയിൽ കയറിയാൽ പിന്നെ അവൾ വാങ്ങി കൊടുക്കുന്ന നേരത്തേക്ക് ഇടയ്ക്കൊക്കെ വന്നപ്പോൾ ഉമ്മ എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ആയിരിക്കും. എന്നാലും അവളെ ഉമ്മ നോക്കും, നന്നായി ഉമ്മ നോക്കും. അപ്പോൾ പിന്നെ പ്രശ്നമില്ലല്ലോ, ആ ഒരു ടെൻഷനൊന്നുമില്ല. അപ്പോൾ പിന്നെ വേഗം അടുക്കളയിൽ കയറി അടുക്കളത്തെ മെയിൻറ്റെയിൻ ചെയ്ത് അങ്ങനെ ചെയ്യാം. പിന്നെ ഇക്ക വന്നിട്ടുമില്ല. ഇക്ക വരണമെങ്കിൽ ഒരു 5:30 ഒക്കെ ആവും, 5:30 5:45 ആവും. അപ്പോൾ ഞാൻ കയറുമ്പോഴേക്കും ഇപ്പോൾ ഞാൻ അടുക്കളയിൽ കയറിയപ്പോൾ അസർ ബാങ്ക് കൊടുത്തതിന് കുറച്ച് നിസ്കാരം ഓത്തൊക്കെ കഴിഞ്ഞിട്ട് ഒരു 4:45 ആയി. കാരണം വലിയ പരിപാടിയിൽ പത്തിരി ഉണ്ടാക്കണം, പിന്നെ കുറച്ച് ബീഫിൻ്റെ ഇരിക്കുന്നുണ്ട്. അന്ന് പള്ളിയിൽ നിന്ന് കിട്ടിയല്ലോ, പള്ളിയിൽ നിന്ന് കിട്ടി. ഞങ്ങൾ ചിക്കൻ ഈ നോമ്പ് തുറക്കുമ്പോൾ ചിക്കനൊക്കെ വാങ്ങിയതുകൊണ്ട് പിന്നെ കുറച്ച് ബാക്കി വന്നല്ലോ. അപ്പോൾ പിന്നെ ബീഫിനൊന്ന് ഗ്രേവി ആക്കുക, ഒരു റോസ്റ്റ് പോലെ ആക്കാൻ പറഞ്ഞിട്ട് അങ്ങനെ പത്തിരി ഉണ്ടാക്കാൻ പറഞ്ഞിട്ട്. പിന്നെ ചിക്കൻ്റെ കറിയൊക്കെ ഉണ്ട്. പഴംപൊരിക്ക് കുഴച്ച മാവും കുറച്ച് ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ട്. അപ്പം പിന്നെ അതും ഉണ്ടാക്കാമല്ലോ വെച്ചിട്ട് അങ്ങനെ അതുകൊണ്ടാണ് വൈകിട്ട് കയറിയത് കേട്ടോ. അല്ലെങ്കിൽ ഞാൻ പത്തിരി ഉണ്ടാക്കണേ ഇങ്ങനെ അസർ നിസ്കാരം കഴിഞ്ഞതും കയറും. എനിക്ക് പത്തിരി ഉണ്ടാക്കാൻ കുറച്ച് ടൈം വേണം, കാരണം ഒന്ന് സെറ്റായി വരാൻ. ഞാൻ ആദ്യമൊന്നും പത്തിരി ഉണ്ടാക്കാറില്ല, കാരണം എനിക്കറിയില്ല. ഇവിടെ വന്നിട്ടാണ് ഇക്കാനും ഉമ്മാനെയും കണ്ടിട്ടാണ് എല്ലാത്തും പഠിച്ചത്. അതുകൊണ്ട് ഇപ്പോൾ പത്തിരിയൊക്കെ കുഴയ്ക്കലും വാട്ടിലൊക്കെ ഒന്ന് സെറ്റായി വന്നിട്ടുള്ളൂ. നല്ലോണം അറിയില്ല, ഇപ്പോഴാണ് ഒന്ന് സെറ്റായത്. കാരണം നമ്മൾ നമ്മുടെ വീട്ടിലാകുമ്പോൾ പിന്നെ അങ്ങനെ ഒന്നും ചെയ്യാറില്ലല്ലോ, പണിയെടുക്കല്ലേ, നമ്മൾ പഠിത്തമൊക്കെ ആയിട്ട് ഇങ്ങനെ പോക്കല്ലേ. അപ്പോൾ പിന്നെ എല്ലാം ഇവിടെ വന്നിട്ടാണ് സെറ്റായത്. അപ്പോൾ പിന്നെ പത്തിരി വാട്ടാനും നൂൽപുട്ട് വാട്ടലൊന്നും അങ്ങനെ അറിയുണ്ടായിരുന്നില്ല. ഇപ്പോഴാണ് കുറേയൊക്കെ ആയിട്ട് ശരിയായി വന്നത്. ഇൻഷാ അല്ലാഹ് റെഡിയായി. പിന്നെന്താ, നമ്മുടെ ബീഫിനുള്ള എല്ലാം കുക്കർ വെച്ച് ഉള്ളിയൊക്കെ നല്ല വാട്ടി പൊടികളൊക്കെ അതിലിടുന്നു. പൊടികൾ പറയുന്നത് നമ്മുടേതായ മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞപ്പൊടിയും ഗരം മസാലയും ബീഫ് മസാലയും ഒക്കെ തന്നെ കേട്ടോ. കുറച്ച് ഞാൻ എടുത്ത് വെച്ചതാണ് കേട്ടോ, കുറച്ചേ ഉള്ളൂ, ചെറിയൊരു ഗ്രേവി ആക്കാൻ. കാരണം ചിക്കൻ ഉള്ളത് കൊണ്ട് അന്ന് മൊത്തം കഴിയില്ല. വെച്ചിട്ട് പിന്നെയും ചൂടാക്കി കൂട്ടുമ്പോൾ ഒരു ഇതല്ലേ. ഞാൻ എപ്പോഴും ചിക്കനും ബീഫൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ വേണ്ടത് മാത്രം കുറച്ചെടുത്തിട്ട് ബാക്കിയാണ് ഫ്രിഡ്ജിൽ കയറ്റുക ചെയ്യുക കേട്ടോ. പിന്നെ പിറ്റേ ദിവസമായാലും തികഞ്ഞില്ലെങ്കിൽ ഞാൻ വേറെ ഉണ്ടാക്കുക ചെയ്യുക. കാരണം നിറയെ ഉണ്ടാക്കി വെക്കാറൊന്നുമില്ല. എല്ലാവരും വരിക എന്തെങ്കിലും ഫംഗ്ഷൻ അങ്ങനെയൊക്കെ തന്നെയാണെങ്കിൽ മാത്രം നിറയെ ഉണ്ടാക്കാറുള്ളൂ. അല്ലെങ്കിൽ ഞങ്ങൾക്ക് കുറച്ച് മതിയല്ലോ. പിന്നെ ഇമ്മ അധികം ബീഫ് കൂട്ടൂല. എൻ്റെ ഉമ്മാക്ക് എന്താണെന്നറിയില്ല, ബീഫ് അത്ര വലിയ താല്പര്യമില്ല. അപ്പോൾ പിന്നെ ഞങ്ങൾക്ക് രണ്ടാൾക്കല്ലേ, ഞാൻ അത്യാവശ്യം കുഴപ്പമില്ല കഴിക്കും. എനിക്ക് മട്ടനോടും വലിയ താല്പര്യമില്ല കേട്ടോ. മട്ടനോടുകൂടി എനിക്ക് ഇക്കാക്കൊന്നും താല്പര്യമില്ല, ഞങ്ങൾ കഴിക്കില്ല, വലിയ താല്പര്യമില്ല. അങ്ങനെ കഴിക്കുന്നൊരു ഇതന്നെ ഉള്ളൂ, വല്ലാണ്ട് താല്പര്യത്തോട്ട് കഴിക്കൊന്നുമില്ല ബീഫ്.